എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. നമ്മുടെ ഭാവിയൊക്കെ പറഞ്ഞ ഒരു കണിയാനകത്തുണ്ടെന്ന് കേട്ടെ. നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? കം ലെറ്റ്സ് ഗോ. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ നമ്മളുടെ എല്ലാം ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക. വരാനിരിക്കുന്ന ലോകത്തിലെ ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യകളുടെയും ഒരു നേർക്കാഴ്ച. ദുബായ് റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണ പദ്ധതികൾ ഒന്നായിരുന്നു ഈ കാണുന്ന ഫ്യൂച്ചർ മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം എന്ന ഖ്യാതിയും ഈ കെട്ടിടത്തിനുണ്ട്. ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. വിശേഷങ്ങൾ തുടങ്ങുമ്പോൾ മുമ്പ് ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം. മെട്രോയിൽ കയറിയ ശേഷം എമിറേറ്റ്സ് ടവർ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഷെയ്ഖ് സിയാദ് റോഡിന്റെ ഒരു വശത്തായിട്ടാണ് ഫ്യൂച്ചർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മെട്രോയിൽ വരുന്നവർക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ അകത്തേക്ക്. മെട്രോയും മ്യൂസിയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ സങ്കല്പത്തിലെ സ്വർഗത്തിലേക്കുള്ള വഴി പോലെ തോന്നാം. മറ്റൊരു ലോകത്തിലേക്കാണ് നമ്മൾ നടന്നെത്താൻ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തൂവെള്ള നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ അത്യാകർഷമായ രീതിയിലാണ് ഈ ഒരു മെട്രോ ലിങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ലിങ്കിലൂടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിനകത്തോട്ട് കിടക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കിട്ടില്ല എന്നൊരു ആംബിയൻസ്. ഇവിടെ നിന്ന് നമ്മൾ നടന്നെത്തുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇവിടുന്ന് തന്നെ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തുടങ്ങുകയായി. ഒരു സ്റ്റീലിന്റെ രൂപം വായുവിൽ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഫ്ലൈയിങ് ഡോൾഫിൻ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഒരു ഡ്രോൺ പറക്കുന്ന സാങ്കേതിക വിദ്യയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ ഇതൊന്നുമല്ല, ഹീലിയം നിറച്ച ഒരു ബലൂണാണിത്. പക്ഷേ ആവശ്യാനുസാരണം റിമോട്ട് കൺട്രോളിൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാനും പൊക്കാനും എല്ലാം പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബഹിരാകാശത്തെല്ലാം സീറോ ഗ്രാവിറ്റിയിൽ വസ്തുക്കൾ പറന്നിറക്കുന്ന പോലെ ഒരു ഫീല്. ആ ഒരു ഫ്ലൈയിങ് ഡോൾഫിൻ ഇപ്പൊ എങ്ങോട്ടോ മാഞ്ഞുപോയി. താഴെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് ഇവിടെ വന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് ഓൺലൈൻ വഴിയോ ആയി എടുക്കാം. നേരിട്ട് വന്നാൽ ഇന്നത്തേക്കുള്ള ടിക്കറ്റ് കിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞുള്ള തീയതിയിലെ ടിക്കറ്റ് കിട്ടൂ. കാരണം ഒരാഴ്ചക്കുള്ള എൻട്രി ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയാലും അതേ സ്ഥിതി തന്നെയാണ്. ഇന്നത്തെ ദിവസം 20-ാം തീയതിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ 20, 21, 28 തുടങ്ങിയ ഒരു ഡേറ്റിലും ടിക്കറ്റ് ഇല്ല. നെക്സ്റ്റ് അവൈലബിലിറ്റി കാണിക്കുന്നത് 26-ആണ്. അതും ഈവനിങ് 4:30 മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്തേക്ക് കടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ ഒരാഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. 159 ദിർഹംസാണ് ഒരാൾക്ക് ഇതിനകത്തേക്ക് കിടക്കാനുള്ള സ്റ്റാൻഡേർഡ് ടിക്കറ്റ് വരുന്നത്. പിന്നെ പല രീതിയിലുള്ള VIP ടിക്കറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അകത്തേക്ക് കയറുന്നില്ല. ഇവിടെയൊക്കെ കറങ്ങിയിടക്കാൻ ഫ്രീ ആണ്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അകത്തെ കാഴ്ചകളെല്ലാം കാണണമെങ്കിൽ ലോക സഞ്ചാരികളായ സന്തോഷ് ജോർജുകളുടെയും സുജിത് ഭക്തനെല്ലാം ഇതിനു മുമ്പ് ഇവിടെ വന്നതിന്റെ വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ്. ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു. ദുബായിലെ അത്ഭുത നിർമ്മിതിയായ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിനുള്ളിലൂടെ സഞ്ചാരം തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ ഒരു റോബോട്ട് അതിന്റെ അഭ്യാസങ്ങളെല്ലാം സഞ്ചാരികൾക്ക് മുമ്പ് കാഴ്ചവെക്കുകയാണ്. ശങ്കർ രജനീകാന്ത് സിനിമയായ യന്ത്രൻ സിനിമയിലാണ് റോബോട്ടുകളുടെ പല അഭ്യാസങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. അതെല്ലാം ഗ്രാഫിക്കിൽ മാത്രം നടക്കും എന്നായിരുന്നു നമ്മളിൽ പലരും കരുതിയിരുന്നത്. എന്നാൽ ഇന്നതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാൻ വിസ്മരിച്ചു പോവുകയാണ്. ചായ ഉണ്ടാക്കുന്ന ഒരു റോബോട്ടിനെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കാണുന്നത്. അപ്പൊ ഭാവിയിൽ ചായക്കട ചേട്ടന്മാർക്കെല്ലാം പണിയാവാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഒരു ആക്സസ് കാണാം. ടിക്കറ്റ് ലഭിക്കാതെ നമ്മളെ പോലുള്ള ആളുകൾ ഫ്യൂച്ചർ മ്യൂസിയത്തിന് പുറത്തെ കാഴ്ച കാണാനും ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ആളുകളാണ്. അതിപ്രശസ്തമായ ഷെയ്ഖ് സിയാദ് റോഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് ബുർജ് ഖലീഫയ്ക്കും ബുർജ് അറബിനും ശേഷം ആധുനിക ദുബായിയുടെ ഐക്കൺ ഓഫ് ലാൻഡ്മാർക്കായി മാറിയിരിക്കുകയാണ് ഈ കാണുന്ന ഫ്യൂച്ചർ മ്യൂസിയം. എത്ര പറഞ്ഞാലും തീരാത്തത്ര സവിശേഷതകൾ ഇതിനുണ്ടെന്നുള്ളത് ഇതിന്റെ രൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നാലും ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം. 3D പ്രിന്റിംഗ്, റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ ഒക്കെ സഹായത്തോടെയാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പുറംഭാഗം പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തും പുറത്തുമായി കാണുന്നത് വെറും ഡിസൈൻ മാത്രമല്ല, ഹിസൈനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ അറബിക് കാലിഗ്രാഫിൽ ആലാപനം ചെയ്തിരിക്കുകയാണ്. അറബി അറിയാവുന്നവർക്ക് അകലെ നിന്ന് നോക്കുമ്പോൾ വായിക്കാൻ പറ്റുമായിരിക്കും. 2015 ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്തത്. 2018 പണി പൂർത്തിയായെങ്കിലും 2022 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇനി ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാം. നമ്മുടെയെല്ലാം ഭാവിയിലേക്കുള്ള ഒരു ജാലകം, അതാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഭാവിയിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം രൂപപ്പെടുത്തുമെന്ന് ചിന്തിപ്പിക്കാനാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. UAE ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രാജ്യം ഈ രൂപത്തിലായത്. ആ ഒരു ദീർഘവീക്ഷണം അടുത്തൊരു 50 വർഷത്തിന് ശേഷം UAE എന്ന ഈ രാജ്യം എങ്ങനെയായിരിക്കും, 2070-കളിലെ UAE, അതാണ് ഈ ഒരു മ്യൂസിയം ലോകത്തിന് മുൻപിൽ കാണിച്ചു തരുന്നത്. പോർട്ടൽ ടു ദി ഇയർ ഓഫ് 2071. ഇതിനകത്തെ പ്രധാന ആകർഷണങ്ങൾ ഫ്യൂച്ചർ സിറ്റി, ഭാവിയിലെ നഗരങ്ങൾ എങ്ങനെയായിരിക്കും, സ്മാർട്ട് സിറ്റി, AI ടെക്നോളജി, റോബോട്ടിക് സാധ്യതകൾ, ഇവയുടെ എല്ലാം ഒരു പ്രദർശനം. ഓയിസസ് ഹോപ്പ്, എ സ്പേസ് സ്റ്റേഷൻ സിമുലേഷൻ ഫ്രം ഫ്യൂച്ചർ. ബഹിരാകാശ യാത്രയുടെ ഒരു അനുഭവം ലിഫ്റ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതുപോലെയാണ് ലിഫ്റ്റിന്റെ അകമല്ല LCD സ്ക്രീൻ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു സ്പേസ് ഷിപ്പിൽ പോയ ഒരു അനുഭവം നമുക്ക് ആകാശത്തു നിന്ന് ഭൂമിയെ വീക്ഷിച്ചു കാണാം. ഈ സമയം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 2071 2071 ബഹിരാകാശ നിലയത്തിലെ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കിട്ടുക. പോകുന്നത് അൽവഹ എന്നൊരു ചാപ്റ്ററിലേക്കാണ്. ഇവിടെ ഡിജിറ്റൽ ഡിറ്റോക്സ്, മൈൻഡ് തെറാപ്പി എന്നൊരു ആശയമാണ് നമ്മൾ കാണിക്കുന്നത്. ഹീലിംഗ് ഗാർഡൻ, ശബ്ദവും ഗന്ധവും കൊണ്ട് മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒരു അനുഭവം. ഭാവിയിലെ ഭൂമിയിലെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഭാവിയിലെ ദുബായിയെ നമുക്ക് ഒരു ജാലകത്തിലൂടെ കാണാം. ഷെയ്ഖ് സിയാദ് റോഡിന് മുകളിലൂടെ ബുർജ് ഖലീഫയ്ക്കൊക്കെ ചുറ്റും പറക്കുന്ന എയർ കാറുകൾ, ഇതൊക്കെയാണ് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും അത്യപൂർവ കാഴ്ചകൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലിരിക്കുന്ന ഒരാളുമായി നമ്മുടെ കയ്യിൽ ഒരു ഉപകരണം ഉപയോഗിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നതിന് വലിയ പ്രസക്തിയില്ല, കാരണം അത് സർവ്വസാധാരണമായി കഴിഞ്ഞു. അതുപോലെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ ഓരോന്നും. ഭാവിയിൽ ഒരു വീട് തന്നെ മണിക്കൂർ കൊണ്ട് നിർമ്മിക്കാം 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച്. അതുപോലെ ഫ്ലൈയിങ് ടാക്സീസ്, AI റോബോട്ട് തുടങ്ങിയ മനുഷ്യന്റെ ബുദ്ധിയെ വെല്ലാൻ സംവിധാനങ്ങളാണ് ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരികയാണ് ഇവിടെ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്.